കഴിഞ്ഞ വീഡിയോയിൽ മോളെ സ്കൂളിലേക്ക് വിടുന്നത് വരെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കിയുള്ളത് നോക്കാം. മോളെ സ്കൂളിലേക്ക് വിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ പരിപ്പ് കറി വെക്കാമെന്ന് കരുതി പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കഷ്ണങ്ങളും പൊടികളൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വലിയ മത്തിയായിരുന്നു, മുട്ടയുള്ള പനഞ്ഞലുള്ള മത്തി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വൃത്തിയാക്കാനും അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൽ ഇത്രത്തോളം മുട്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പനഞ്ഞൽ എന്ന് പറയും ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെ വേഗം മസാല തിരുമ്മി വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന മീനുകൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പനഞ്ഞൽ കൂടി മസാല തിരുമ്മി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ചോറ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയൊക്കെ സെറ്റായി, അതുകൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ പറയാനും നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ മസ്റ്റായിട്ടും കമൻറ്റൊക്കെ പറയുക. കിച്ചണിലെ എല്ലാ പണികളും തീരുമ്പോഴേക്കും കിച്ചണിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഫ്രഷ് ആവാനായിട്ട് പോയി. ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ലൈക്കും കമൻറ്റും ഒന്നും മറന്നു പോകരുത്.